പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ചുവന്നു തുടുത്ത് താഴേക്ക് മറയാൻ തുടങ്ങിയിരിക്കുന്നു. പകലിന്റെ അവസാനത്തെ വെളിച്ചവും ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ പ്രകൃതി പതുക്കെ ഇരുളിന്റെ പുതപ്പണിയാൻ തുടങ്ങി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു നീലാംബരി. അവളുടെ കണ്ണുകളിൽ പുറത്തെ സന്ധ്യയേക്കാൾ വലിയൊരു ശൂന്യത തളം കെട്ടി നിന്നിരുന്നു. പേരുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു രാഗമായിരുന്നു അവളുടെ മനസ്സ്. എന്നാൽ പുറമേ കാണുന്ന അവളുടെ ശരീരത്തിന്, ചർമ്മത്തിന് ഒരു അമാവാസി രാവിന്റെ കറുപ്പ് നിറമായിരുന്നു. കാർമേഘങ്ങളെ തോൽപ്പിക്കുന്ന ഇടതൂർന്ന ചുഴലൻ മുടിയും എന്തൊക്കെയോ വിളിച്ചു പറയാൻ വെമ്പുന്ന വിടർന്ന കണ്ണുകളും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ലോകം, അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന ഈ സമൂഹം ആദ്യം കണ്ടിരുന്നത് അവളുടെ ആ വലിയ കണ്ണുകളോ അവളുടെ ഉള്ളിലെ നന്മയോ അവൾ നേടിയെടുത്ത ഉന്നത വിദ്യാഭ്യാസത്തെയോ ആയിരുന്നില്ല. മറിച്ച് അവളുടെ തൊലിയുടെ ഇരുണ്ട നിറത്തെ മാത്രമായിരുന്നു. കുട്ടിക്കാലം മുതലേ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട വാക്ക് അവളുടെ പേരല്ലായിരുന്നു, മറിച്ച് കരിവണ്ട്, കറുമ്പി തുടങ്ങിയ പരിഹാസങ്ങളായിരുന്നു. സ്കൂളിലെ വാർഷികാഘോഷങ്ങളിൽ നൃത്തം ചെയ്യാൻ അവൾക്ക് വല്ലാത്ത മോഹമായിരുന്നു. എന്നാൽ താളബോധവും വഴക്കവുമുള്ള ശരീരം ഉണ്ടായിട്ടും മുൻനിരയിൽ നിൽക്കാൻ അവൾക്ക് ഒരിക്കലും അവസരം ലഭിച്ചില്ല. മുൻനിരയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കുറച്ച് നിറം വേണം, എന്നാലേ കാണികൾക്ക് ഒരു ആകർഷണം തോന്നും എന്ന് നൃത്തം പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞത് അവളുടെ കുഞ്ഞു മനസ്സിലുണ്ടാക്കിയ മുറിവ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മുടങ്ങിയിരുന്നില്ല. അന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം മുഖത്തേക്ക് നോക്കി അവൾ ഒരുപാട് കരഞ്ഞു. ദൈവം എന്തുകൊണ്ടാണ് തനിക്ക് ഇത്രമാത്രം ഈ നിറം നൽകിയത് എന്ന് അവൾ പലവട്ടം ചിന്തിച്ചു. അവളുടെ അമ്മ ദേവകി അമ്മയുടെ ഏറ്റവും വലിയ സങ്കടവും മകളുടെ ഈ നിറം തന്നെയായിരുന്നു. നീലാംബരിക്ക് പ്രായപൂർത്തിയായ കാലം മുതൽ ആ അമ്മയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. പെണ്ണായാൽ കുറച്ച് നിറമൊക്കെ വേണം, അല്ലെങ്കിൽ കാലു കുത്തിക്കാൻ കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കിട്ടില്ല എന്ന നാട്ടുകാരുടെ ഉപദേശങ്ങൾ കേട്ട് ആ അമ്മയുടെ മനസ്സ് നീറിയിരുന്നു. മഞ്ഞളും രക്തചന്ദനവും ആര്യവേപ്പും തുടങ്ങി നാട്ടിലെ സർവ്വ ആയുർവേദ പച്ചമരുന്നുകളും അവർ അവളുടെ മുഖത്ത് അരച്ചു തേച്ചു. പിന്നീട് ടിവിയിൽ പരസ്യം കണ്ട പലതരം ഫെയർനെസ് ക്രീമുകൾ അവളുടെ മേശപ്പുറത്ത് നിറയാൻ തുടങ്ങി. അമ്മയുടെ സങ്കടം കാണുമ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നുമായിരുന്നില്ല. ആ ക്രീമുകളുടെ രാസവസ്തുക്കൾ അവളുടെ ചർമ്മത്തെ പൊള്ളിച്ചപ്പോഴും അവൾ നിശബ്ദയായി എല്ലാം സഹിച്ചു. എന്നാൽ അവളുടെ നിറം മാത്രം മാറിയില്ല. ബാഹ്യ സൗന്ദര്യത്തിലല്ല കാര്യമെന്നും ഒരു വ്യക്തിയുടെ കഴിവിലാണ് സൗന്ദര്യം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാത്രം അവൾ വളർന്നിരുന്നു. ബിരുദാനന്തര ബിരുദത്തിൽ യൂണിവേഴ്സിറ്റി റാങ്കോടെ പാസ്സായപ്പോൾ അവൾ കരുതി ഇനി ഈ സമൂഹം തന്നെ അംഗീകരിക്കുമെന്ന്. എന്നാൽ അപ്പോഴും ബന്ധുക്കളുടെ ചോദ്യം മറ്റൊന്നായിരുന്നു. പഠിപ്പൊക്കെ കൊള്ളാം, പക്ഷേ ഈ കുട്ടിയെ ആര് കല്യാണം കഴിക്കാനാ? ആ ഇരുണ്ട ദിനങ്ങളിലേക്കാണ് ഒരു വസന്തകാലം പോലെ സിദ്ധാർത്ഥ കടന്നു വന്നത്. കോളേജിൽ അവളുടെ സീനിയർ ആയിരുന്നു അവൻ. വളരെ സമ്പന്നമായ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന എല്ലാവരും ആരാധിക്കുന്ന സൗന്ദര്യമുള്ള സിദ്ധാർത്ഥ്. കോളേജ് മാഗസിനിൽ നീലാംബരി എഴുതിയ കവിതകൾ വായിച്ചാണ് അവൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അവളുടെ വരികളിലെ ആഴവും ചിന്തകളിലെ പക്വതയും അവനെ ആകർഷിച്ചു. പതിയെ അവർ നല്ല സുഹൃത്തുക്കളായി. ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കിടയിലും കോളേജ് ക്യാമ്പസിലെ ഗുൽമോഹർ മരച്ചുവട്ടിലുമായി അവരുടെ സൗഹൃദം വളർന്നു. തന്നെ ഒരു പെൺകുട്ടിയായി, ഒരു വ്യക്തിയായി അംഗീകരിക്കുന്ന ഒരാളെ നീലാംബരി ആദ്യമായി കണ്ടെത്തുകയായിരുന്നു. തന്റെ കറുത്ത നിറത്തെക്കുറിച്ച് അവൾ അവരോട് സംസാരിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീലാംബരി, നിറത്തിലല്ല സൗന്ദര്യം, നിന്റെ മനസ്സിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭംഗിയുള്ളത്. എന്നെ ആകർഷിച്ചത് നിന്റെ ആ ചിന്തകളാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആ വാക്കുകൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. വർഷങ്ങളായി അവൾ അനുഭവിച്ച അപകർഷതാബോധത്തിന്റെ ഇരുളിലേക്ക് 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥിന്റെ സ്നേഹം അവൾക്ക് പുതിയൊരു ആത്മവിശ്വാസം നൽകി. തനിക്കും ഈ ലോകത്ത് അർഹതപ്പെട്ടൊരിടമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു തുടങ്ങി. ക്യാമ്പസ് ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും അവരുടെ പ്രണയം കൂടുതൽ ദൃഢമായി കൊണ്ടിരുന്നു. അവൾക്കൊരു ജോലി കിട്ടിയിട്ട് വേണം വീട്ടിൽ പോയി വിവാഹക്കാര്യം അവതരിപ്പിക്കാൻ എന്നായിരുന്നു സിദ്ധാർത്ഥ പറഞ്ഞിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ അവൾക്ക് മുന്നിൽ വീണ്ടും വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്നു. മികച്ച യോഗ്യതകൾ ഉണ്ടായിട്ടും പല കോർപ്പറേറ്റ് കമ്പനികളിലും ഫ്രണ്ട് ഓഫീസ്, PR പോലെയുള്ള ജോലികളിൽ നിന്നും അവൾ നിരസിക്കപ്പെട്ടു. കമ്പനിയുടെ മുഖമായി നിൽക്കാൻ കുറച്ചുകൂടി പ്രസന്റബിൾ ആയ ആളുകളെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്ന് വളരെ മാന്യമായ HR മാനേജർമാരുടെ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം അവൾക്ക് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു. എന്നിട്ടും അവൾ തളർന്നില്ല. സിദ്ധാർത്ഥ് കൂടെയുണ്ടല്ലോ എന്ന വിശ്വാസം അവൾ മുന്നോട്ട് നയിച്ചു. അങ്ങനെയിരിക്കെയാണ് ആ ദിവസം വന്നെത്തിയത്. സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ അവൻ തീരുമാനിച്ച ദിവസം. തറവാടിത്തത്തിലും പാരമ്പര്യത്തിലും വലിയ അഭിമാനം കൊള്ളുന്നവരായിരുന്നു സിദ്ധാർത്ഥിന്റെ കുടുംബം, പ്രത്യേകിച്ച് അവന്റെ അമ്മ പത്മജാവതി. കാര്യങ്ങൾ സംസാരിക്കാൻ സിദ്ധാർത്ഥ തന്റെ വീട്ടിലേക്ക് പോയപ്പോൾ പ്രതീക്ഷയും ഭയവും കലർന്ന ഒരു മനസ്സോടെ നീലാംബരി ഫോണിനരികിൽ കാത്തിരുന്നു. തന്റെ സ്നേഹം മാത്രം കണ്ട് അവൻ തന്റെ കൂടെ നിൽക്കുമോ, അതോ സമൂഹത്തിന്റെ പതിവ് ചിന്താഗതികൾക്ക് മുന്നിൽ തന്റെ പ്രണയം തോറ്റുപോകുമോ?
ജനാലയിലൂടെ വീശിയടിച്ച തണുത്ത കാറ്റിൽ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ആ ഫോൺ കോളിനായി കാത്തിരിക്കുമ്പോൾ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചന പ്രകൃതി അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു. സന്ധ്യയുടെ ഇരുട്ട് കനത്തുകൊണ്ടിരുന്നു. മുറിയിലെ ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ശബ്ദം പോലും നീലാംബരിയുടെ കാതുകളിൽ ഒരു പെരുമ്പറ പോലെ മുഴങ്ങി. അവളുടെ കണ്ണുകൾ ഫോണിന്റെ സ്ക്രീനിൽ തന്നെയായിരുന്നു. ഓരോ തവണയും സ്ക്രീൻ ഓഫാകുമ്പോഴും അവൾ അത് വീണ്ടും പ്രകാശിപ്പിച്ചു. സിദ്ധാർത്ഥ് തന്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാകുമോ? അവന്റെ അമ്മ പത്മജാവതി എന്തു പറഞ്ഞിട്ടുണ്ടാകും? തറവാടിത്തത്തിന്റെ അഹങ്കാരമുള്ള ആ അമ്മ തന്റെ നിറം അംഗീകരിക്കുമോ? ഈ ചിന്തകൾ അവളുടെ മനസ്സിനെ വല്ലാതെ മതിച്ചു. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ സിദ്ധാർത്ഥ് എന്ന പേര് തെളിഞ്ഞപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് നിന്നതുപോലെ തോന്നി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്തു. ഹലോ സിദ്ധാർത്ഥ്. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു. മറുതലയ്ക്കൽ കുറച്ചുനേരം നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതയിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ മുഴക്കം അവൾ തിരിച്ചറിഞ്ഞു. ഹലോ. സിദ്ധാർത്ഥിന്റെ ശബ്ദമല്ല, പകരം കനത്തതും അധികാരസ്വരവുമുള്ള ഒരു സ്ത്രീ ശബ്ദം. നീലാംബരയുടെ രക്തം തണുത്തുറയുന്നത് പോലെ അവൾക്ക് തോന്നി. അത് പത്മജാവതിയായിരുന്നു. ആരായി സംസാരിക്കുന്നത്? നീലാംബരിയാണോ? ആ ചോദ്യത്തിൽ തന്നെ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. ആ അതെ, ഞാൻ 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 നീലാംബരിയാണ്. ആന്റി. അവളുടെ വാക്കുകൾ ഇടറി. ആന്റി എന്ന് വിളിക്കാൻ മാത്രം ഞാൻ നിന്റെ ആരാടി? പത്മജാവതിയുടെ ശബ്ദം ഉയർന്നു. എന്റെ മോൻ സിദ്ധാർത്ഥ്, അവൻ എന്നോട് എല്ലാം പറഞ്ഞു. നിന്റെ കൂടെയുള്ള ഈ ബന്ധം നീ എന്താ കരുതിയത്? ഈ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് നിനക്ക് കയറി വരാൻ പറ്റുമെന്നോ? നീലാംബരിയുടെ തൊണ്ട വരണ്ടു. ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവൾ നിശബ്ദയായി നിന്നു. നിനക്ക് നിന്റെ മുഖത്ത് കണ്ണാടി നോക്കാൻ അറിയില്ലേ? പത്മജാവതിയുടെ വാക്കുകൾ ചാട്ടൂളി പോലെ അവളുടെ നെഞ്ചിലേക്ക് തറച്ചു കയറുകയായിരുന്നു. കാക്കക്കറുപ്പുള്ള നിന്നെ എന്റെ സിദ്ധാർത്ഥിനെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് നീ സ്വപ്നം കണ്ടോ? നിലവിളക്കിന് മുന്നിൽ കരിവിളക്ക് വെച്ചതുപോലെ ഇരിക്കലടി നീ വന്നാൽ. എന്റെ മോന്റെ കൂടെ നീ നടന്നാൽ ആളുകൾ എന്തു പറയും? അവന് വേറെ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടാണോ നിന്നെ പോലെ ഒരു കറുമ്പിയെ കെട്ടിക്കൊണ്ടു വന്നത് ചോദിക്കില്ലേ? ഓരോ വാക്കും അവളുടെ ഹൃദയത്തെ കീറി മുറിക്കുകയായിരുന്നു. കണ്ണുനീർ അവളുടെ കവിളുകളിലൂടെ ഒഴുകിയിറങ്ങി. ആന്റി 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 ഞാൻ 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 സിദ്ധാർത്ഥിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, നിറത്തിലല്ലോ. അവൾ കരച്ചിലടക്കി പറയാൻ ശ്രമിച്ചു. നിർത്തടി നിന്റെ ഈ ന്യായീകരണം. പത്മജാവതി അലറി. നിന്റെ സ്നേഹം കൊണ്ട് കഴുക്കോലിൽ കാറ്റ് പിടിക്കുമോ? വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ച് എല്ലാം ആയോ? നീ എത്ര വലിയ ജോലി സമ്പാദിച്ചാലും നിന്റെ ആ കറുത്ത തൊലി വെളുക്കുമോ? ഇനി മേലാൽ എന്റെ മോനെ നീ ഫോൺ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അവന് നിന്നെ വേണ്ട. അവന് ഞാൻ ഇതിലും നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കും, വെളുത്തു സുന്ദരിയായ ഒരു പെണ്ണിനെ. നീ നിന്റെ വഴി നോക്കിപ്പോ. ഫോൺ കട്ടായ ശബ്ദം കേട്ടപ്പോൾ നീലാംബരി ഒരു മരവിപ്പോടെ ഫോൺ താഴെ വെച്ചു. അവൾക്ക് കരയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾക്ക്. ഇലവിളക്കിന് മുന്നിലെ കരിവിളക്ക്. ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. തന്റെ സ്നേഹം, തന്റെ വിദ്യാഭ്യാസം, ഇവയൊന്നും ഈ സമൂഹത്തിന് മുന്നിൽ ഒരു വിലയുമില്ലേ? തന്റെ കറുത്ത തൊലി മാത്രമാണോ തന്റെ ഐഡന്റിറ്റി? അവൾ സ്വന്തം കൈകളിലേക്ക് നോക്കി. ആ കറുത്ത നിറം അവൾക്ക് തന്നെ അറപ്പ് തോന്നി തുടങ്ങി. അവൾ ഓടിച്ചെന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. തന്റെ മുഖത്തെ കണ്ണുനീർത്തുള്ളികൾ ആ കറുത്ത പ്രതലത്തിൽ തിളങ്ങുന്നത് അവൾ കണ്ടു. പെട്ടെന്നാണ് ഫോൺ വീണ്ടും ശബ്ദിച്ചത്. സിദ്ധാർത്ഥിന്റെ മെസ്സേജ് ആയിരുന്നു അത്. നീലാംബരി, എന്നോട് ക്ഷമിക്കണം. അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. അമ്മയെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ പറഞ്ഞതാണ് ശരി. നമ്മുടെ ബന്ധം ശരിയാകില്ല. നാട്ടുകാരും ബന്ധുക്കളും എന്തു പറയുമെന്നോർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു. നിന്റെ നിറം നാളെ എന്റെ കുടുംബത്തിനൊരു നാണക്കേടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ മറക്കുക. നീ നല്ലൊരു ജീവിതം കണ്ടെത്തുക. ആ മെസ്സേജ് വായിച്ചതും അവൾ നിലത്തേക്ക് വീണുപോയി. സിദ്ധാർത്ഥ്, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച സിദ്ധാർത്ഥ്, അവനും തന്നെ കൈവിട്ടിരിക്കുന്നു. അവൻ പോലും തന്റെ നിറത്തെ ഒരു കുറവായി കണ്ടിരിക്കുന്നു. സ്നേഹത്തിന് കണ്ണില്ലെന്ന് പറഞ്ഞത് എത്ര വലിയ നുണയാണ്. സ്നേഹത്തിന് നിറം മാത്രമേ ഉള്ളൂ എന്ന് അവൾ ഇന്ന് തിരിച്ചറിഞ്ഞു. മുട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ തറയിൽ കിടന്നു. അവളുടെ കരച്ചിൽ കേട്ട് ഓടി വന്ന ദേവകി അമ്മ മകളുടെ അവസ്ഥ കണ്ട് പകച്ചുപോയി. മോളെ എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവർ അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. നീലാംബരി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. അമ്മേ, അവർക്ക് എന്നെ വേണ്ട അമ്മേ. എന്റെ ഈ കറുത്ത നിറം അവർക്ക് നാണക്കേടാണെന്ന് അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞമ്മേ. ദേവകി അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു. അവർക്കും അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ മോളെ, നമ്മളെ പോലുള്ളവർക്ക് ഈ വലിയ സ്വപ്നങ്ങളൊന്നും പാടില്ലെന്ന്. ഈ ലോകം അങ്ങനെയൊക്കെയാ. നീ കരയാതിരിക്കും മോളെ. അവർ നീലാംബരിയെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ രാത്രി നീലാംബരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് ഒരു വലിയ ശൂന്യതയിലേക്ക് വീണു പോയിരുന്നു. സ്നേഹം, വിശ്വാസം, പ്രത്യാശ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായിരിക്കുന്നു. താൻ ജനിച്ചതേ ഒരു തെറ്റാണോ എന്ന് അവൾ ചിന്തിച്ചു.
പിറ്റേന്ന് രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പുതിയൊരു ഭാവം വന്നിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിരുന്നില്ല അത്, മറിച്ച് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച ഒരു തീപ്പൊരി ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. തന്റെ നിറത്തെ പരിഹസിച്ചവരോട്, തന്നെ ഉപേക്ഷിച്ചവരോട് അവൾക്ക് പ്രതികാരം ചെയ്യണം. ആ പ്രതികാരം വാക്കുകൾ കൊണ്ടല്ല, തന്റെ ജീവിതം കൊണ്ടായിരിക്കണം. കറുപ്പ് ഒരു കുറവല്ലെന്നും അതൊരു ശക്തിയാണെന്നും ഈ ലോകത്തെ കാണിച്ചു കൊടുക്കണം. അവൾ തന്റെ ഡയറി തുറന്ന് ഒരു വാചകം എഴുതി. എന്റെ നിറം എന്റെ കുറവല്ല, എന്റെ ശക്തിയാണ്. ഞാൻ തിരിച്ചു വരും, ഈ ലോകം എന്നെ അംഗീകരിക്കുന്നത് വരെ. ഉറക്കമില്ലാത്ത ഒരു നീണ്ട രാത്രിക്ക് ശേഷം പുലരിയുടെ ആദ്യ കിരണങ്ങൾ നീലാംബരിയുടെ ജനാലയിലൂടെ അകത്തേക്ക് കടന്നു വന്നു. ആ വെളിച്ചത്തിന് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പ്രത്യേക ശോഭയുള്ളതുപോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥിന്റെയും പത്മജാവതിയുടെയും വാക്കുകൾ അവളുടെ മനസ്സിൽ അവശേഷിപ്പിച്ച മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. എന്നാൽ ആ മുറിവുകളിൽ നിന്നും ചോരയല്ല, പകരം അദമ്യമായ ഒരു വാശിയാണ് ഇപ്പോൾ ഉണർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് അവൾ തന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കറുത്തവൾ, കരിവിളക്ക്. ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവൾ മനസ്സിൽ ഉരുവിട്ടു. ഇല്ല, ഇനി ആരുടെയും മുന്നിൽ ഈ നിറത്തിന്റെ പേരിൽ തലകുനിക്കില്ല. സ്വന്തം കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ഉറപ്പിച്ചു, ഈ ലോകം തനിക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചാൽ താൻ സ്വന്തമായി ഒരു വാതിൽ നിർമ്മിക്കും. പിറ്റേന്ന് തന്നെ അവൾ തന്റെ സർട്ടിഫിക്കറ്റുകളുമായി നഗരത്തിലെ ഏറ്റവും വലിയ ഒരു മീഡിയ ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോയി. കറുത്ത നിറമുള്ള ഒരു കോട്ടൺ സാരി ആയിരുന്നു അവളുടെ വേഷം. അവളുടെ ആത്മവിശ്വാസം ആ നടത്തത്തിൽ പ്രകടമായിരുന്നു. എന്നാൽ അവിടെയും അവളെ കാത്തിരുന്നത് മുൻപ് പലയിടത്തും നേരിട്ട അതേ യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരുന്നു. HR മാനേജർ മിസ്റ്റർ രാജീവ് മേനോൻ അവളുടെ CV വളരെ താല്പര്യത്തോടെയാണ് നോക്കിയത്. നീലാംബരി, എക്സലന്റ് ട്രാക്ക് റെക്കോർഡ്, യൂണിവേഴ്സിറ്റി റാങ്ക്, മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു പ്രൊഫൈലാണ് നിങ്ങളുടേത്, മിസ്റ്റർ മേനോൻ പറഞ്ഞു നിർത്തി. നീലാംബരിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. നന്ദി സാർ, എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ പുഞ്ചിരിക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മിസ്റ്റർ മേനോൻ തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു, പക്ഷെ നീലാംബരി, നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ട് ലൈൻ PR മാനേജർ പോസ്റ്റിലേക്കാണ്. ദിവസവും 100 കണക്കിന് VIP ക്ലയൻസുമായിട്ട് നേരിട്ട് ഇടപെടേണ്ട ഒരു പൊസിഷൻ. തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലേ? ഇത്തരം ഫീൽഡിൽ നിൽക്കുമ്പോൾ ബുദ്ധിയും കഴിവും മാത്രം പോരാ, കുറച്ചെങ്കിലും ഒരു പ്രസന്റബിലിറ്റി, അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ച് സൗന്ദര്യം കൂടി വേണം. ആ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് വീണ്ടും ഒരു അമ്പായി തറച്ചു. സൗന്ദര്യം എന്നതുകൊണ്ട് സാർ ഉദ്ദേശിച്ചത് എന്റെ തൊലിയുടെ നിറമാണോ? നീലാംബരിയുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നില്ല, മറിച്ച് ഒരുതരം മൂർച്ചയുണ്ടായിരുന്നു. മിസ്റ്റർ മേനോൻ ഒരല്പം അസ്വസ്ഥനായി. അല്ല, ഞാൻ അങ്ങനെയല്ല. ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ആകർഷണീയതയുള്ള മുഖങ്ങളെയാണ്. അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആണല്ലോ. നിങ്ങളെപ്പോലെ ഇരുണ്ട നിറമുള്ള ഒരാളെ മുൻനിരയിൽ നിർത്തിയാൽ അത് കമ്പനിയുടെ ഇമേജിനെ ബാധിച്ചേക്കാം. അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ. നീലാംബരി പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ സങ്കടമായിരുന്നില്ല, പുച്ഛമായിരുന്നു. ജനിച്ച നാൾ മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ സാർ ഈ കറുത്തവൾ എന്നുള്ള വിളി. പറയുന്നവർക്ക് എന്തും പറയാം, അനുഭവിക്കുന്നത് എന്നെ പോലെയുള്ളവരല്ലേ. എന്റെ കഴിവ് എന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വളർത്തിയെടുത്തത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ വെളുത്ത ആൾക്കാരെ മാത്രമേ ജോലിക്ക് എടുക്കുകയുള്ളൂ എന്ന് പുറത്തൊരു ബോർഡ് വെക്കുന്നതാണ് സാർ നല്ലത്. അങ്ങനെയെങ്കിൽ എന്നെ പോലെ കഴിവുള്ളവർക്ക് ഇവിടെ വന്ന് സമയം കളയേണ്ടി വരില്ലല്ലോ. മേനോൻ തരിച്ചു നിൽക്കെ തന്റെ ഫയലുകൾ എടുത്ത് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവൾക്ക് കരയാൻ തോന്നിയില്ല, പകരം അവളുടെ ഉള്ളിലെ വാശി ഇരട്ടിക്കുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ അമ്മ ദേവകി അമ്മ നിൽപ്പുണ്ടായിരുന്നു. മകളുടെ മങ്ങിയ മുഖം കണ്ട് അവർക്ക് കാര്യം മനസ്സിലായി. എന്തായി മോളെ, ഇത്തവണയും അവര് നിന്നെ? അമ്മയുടെ ശബ്ദം ഇടറി. ഒന്നുമില്ല അമ്മേ, ആ ജോലി എനിക്ക് വേണ്ടെന്ന് വെച്ചു. അവർക്ക് എന്റെ കഴിവല്ല, തൊലിയുടെ വെളുപ്പാണ് വേണ്ടത്, അവൾ ബാഗ് മേശപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ദേവകി അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ മുടിയിൽ തലോടി. മോളെ, ഞാൻ പറയുന്നത് കൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്. ദാ അപ്പുറത്തെ സുമതിയുടെ മോള് ഇപ്പൊ എന്തോ ക്രീമൊക്കെ തേച്ച് നല്ല വെളുത്തു തുടുത്തു. നിനക്കും അതുപോലെ എന്തെങ്കിലും വാങ്ങിയാൽ പോരെ? നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ മോളെ. ആളുകൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്റെ നെഞ്ചാ പിടയുന്നത്. നിനക്കും ഒരു ജീവിതം വേണ്ടേ? കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ വരെ കളറിന്റെ പേരും പറഞ്ഞു പോയില്ലേ? അമ്മയുടെ വാക്കുകൾ സ്നേഹം കൊണ്ടാണെങ്കിലും അത് നീലാംബരിയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ അമ്മയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, എന്നെ ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എന്റെ തൊലിയുടെ നിറം മാറ്റാനല്ല, ഈ സമൂഹത്തിന്റെ ചിന്താഗതി മാറ്റാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. വെളുക്കാൻ വേണ്ടി ഞാൻ ഇനി ഒരു കെമിക്കലും എന്റെ മുഖത്ത് തേക്കില്ല. അവരെന്നെ അവഗണിച്ചത് എന്റെ കഴിവിനെ ഇല്ലാതാക്കാനല്ല, പുതിയൊരു വഴി വെട്ടി തുറക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നത്തെ രാത്രിയിൽ നീലാംബരി തന്റെ മുറിയിൽ ലാപ്ടോപ്പിന് മുന്നിൽ ചിലവഴിച്ചു.
മറ്റൊരാളുടെ കീഴിൽ തന്റെ നിറം കാരണം അപമാനിക്കപ്പെട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുന്നതാണെന്ന് അവൾ തീരുമാനിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗിലും കണ്ടന്റ് ക്രിയേഷനിലും അവൾക്കുള്ള അറിവ് ചെറുതായിരുന്നില്ല. സ്വന്തമായ ഒരു ഡിജിറ്റൽ അഡ്വർടൈസിംഗ് ഏജൻസി തുടങ്ങുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അവൾ അതിനായുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്നറിയാം, എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ അവളുടെ യാത്രകൾ നഗരത്തിലെ വിവിധ ബാങ്കുകളിലേക്കായിരുന്നു. ഒരു യുവ സംരംഭകയ്ക്കുള്ള ലോൺ പാസ്സാക്കിയെടുക്കാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി. പല മാനേജർമാരും അവളുടെ പ്രായവും രൂപവും കണ്ട് ആ പ്രൊജക്ടിനെ പുച്ഛിച്ചു തള്ളി. എന്നാൽ അവളുടെ പ്രൊജക്ടിന്റെ വ്യക്തതയും സംസാരിക്കാനുള്ള കഴിവും ഒടുവിൽ ഒരു ബാങ്ക് മാനേജറെ ആകർഷിച്ചു. അയാൾ അവളുടെ ലക്ഷ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ലോൺ അനുവദിക്കുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ബ്ലാക്ക് പേൾ മീഡിയ എന്ന പേരിൽ ഒരു ചെറിയ ഓഫീസ് തുറന്നു. ആ പേര് അവൾ മനഃപൂർവ്വം ഇട്ടതായിരുന്നു. തന്നെ കരിമുത്ത് എന്നും കാക്കക്കറുമ്പി എന്നും വിളിച്ച് കളിയാക്കിയവർക്കുള്ള അവളുടെ ആദ്യത്തെ മറുപടിയായിരുന്നു അത്. ഓഫീസ് ഉദ്ഘാടന ദിവസം നിലവിളക്ക് കൊളുത്തുമ്പോൾ ദേവകി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ നീലാംബരിയുടെ മുഖത്ത് 1000 സൂര്യന്മാരുടെ തിളക്കമുണ്ടായിരുന്നു. നിലവിളക്കിന് മുന്നിൽ അവൾ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ആ ഇരുണ്ട നിറം ഒരിക്കലും ഒരു കരിവിളക്കിൻ്റെതായിരുന്നില്ല. മറിച്ച് ചുറ്റുമുള്ള ഇരുട്ടിനെ അകറ്റാൻ സ്വയം കത്തിയെരിയുന്ന ഒരു ദീപശിഖയുടേതായിരുന്നു. വിജയത്തിലേക്കുള്ള അവളുടെ ഒറ്റയാൾ പോരാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. ബ്ലാക്ക് പേൾ മീഡിയയുടെ തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല. അവഗണനയുടെ കനലുകൾ വഴിവിളക്കുകളായി മാറ്റാനുള്ള നീലാംബരിയുടെ യാത്രയിൽ അവൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് രാപ്പകലില്ലാത്ത അധ്വാനം മാത്രമായിരുന്നു. ഉറക്കമൊഴിഞ്ഞ രാത്രികളിൽ ലാപ്ടോപ്പിന്റെ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ എരിഞ്ഞു. പലപ്പോഴും പുതിയ പ്രൊജക്ടുകളുമായി ക്ലയന്റുകളെ കാണാൻ പോകുമ്പോൾ അവരുടെ മുഖത്തെ സംശയവും പുച്ഛവും അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. എന്നാൽ തന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ കറുത്ത തൊലിക്കപ്പുറം അവളുടെ ആശയങ്ങളുടെ ആഴവും അവതരണത്തിലെ മാന്ത്രികതയും അവർ തിരിച്ചറിഞ്ഞതോടെ ബ്ലാക്ക് പേൾ മീഡിയയുടെ തലവര മാറുകയായിരുന്നു. ആദ്യത്തെ വലിയ പ്രൊജക്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പരസ്യ ക്യാമ്പയിൻ ആയിരുന്നു. ആ ഒറ്റ ക്യാമ്പയിനിലൂടെ നീലാംബരി എന്ന പേര് നഗരത്തിലെ ബിസിനസ് വൃത്തങ്ങളിൽ മുഴങ്ങിക്കേട്ടു. പിന്നീട് അവൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തന്റെ കഴിവ് തെളിയിക്കാൻ അവൾ കൊതിച്ച അതേ കോർപ്പറേറ്റ് ലോകം അവളുടെ സമയത്തിനായി കാത്തുനിന്നു. തന്നെ പോലെ സമൂഹത്തിന്റെ മുൻവിധികളാൽ മാറ്റി നിർത്തപ്പെട്ട നിരവധി കഴിവുള്ള ചെറുപ്പക്കാർക്ക് അവൾ തന്റെ കമ്പനിയിൽ ജോലി നൽകി. 3 വർഷങ്ങൾ ഒരു കാറ്റ് പോലെ കടന്നുപോയി. കാലം നീലാംബരിയുടെ ബാഹ്യരൂപത്തിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. വില കൂടിയ ലിനൻ സാരികളിൽ തിളങ്ങുന്ന ആത്മവിശ്വാസത്തോടെ അവൾ നടന്നു നീങ്ങുമ്പോൾ ആ കറുത്ത നിറത്തിന് ഒരു രാജകുമാരിയുടെ ഗാംഭീര്യം ഉണ്ടായിരുന്നു. അവളുടെ അമ്മ ദേവകിയമ്മയുടെ കണ്ണുകളിൽ സങ്കടം മാറി അവിടെ അഭിമാനം നിറഞ്ഞു. വാടക വീട്ടിൽ നിന്നും നഗരത്തിലെ ഏറ്റവും വലിയ ഫ്ളാറ്റുകളിൽ ഒന്നിലേക്ക് അവർ താമസം മാറി. കോടികൾ ആസ്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യുവ സംരംഭകയായി നീലാംബരി വളർന്നു കഴിഞ്ഞിരുന്നു. ഒരു ഞായറാഴ്ച പ്രഭാതം സിദ്ധാർത്ഥിന്റെ വീട്. പൂമുഖത്തെ ചാരുകസേരയിൽ ഇരുന്ന് കാപ്പി കുടിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. മുന്നിലെ ടീപ്പോയിൽ കിടന്നിരുന്ന ആഴ്ചപ്പതിപ്പുകൾക്കിടയിൽ നിന്നും രാജ്യത്തെ പ്രശസ്തമായ ബിസിനസ് വേൾഡ് മാഗസിന്റെ പുതിയ ലക്കം അവൻ കയ്യിലെടുത്തു. അതിന്റെ കവർ പേജിലേക്ക് നോക്കിയ സിദ്ധാർത്ഥിന്റെ കൈകളിൽ നിന്നും കാപ്പിക്കപ്പ് താഴേക്ക് വീണു ചിതറി. അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ അവന് തോന്നി. കവർ പേജിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ വലിയൊരു ഫോട്ടോ. അതിന് താഴെ വലിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഇന്ത്യൻ ബിസിനസ് ലോകത്തെ കീഴടക്കിയ കരിമുത്ത്, കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത യുവ സംരംഭക നീലാംബരിയുടെ വിജയഗാഥ. എന്താ എന്താ സിദ്ധാർത്ഥ്, എന്തു പറ്റി? കാപ്പിക്കപ്പ് പൊട്ടുന്ന ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും ഓടി വന്ന പത്മജാവതി ചോദിച്ചു. സിദ്ധാർത്ഥിന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി നിന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ മാഗസിൻ അമ്മയുടെ നേർക്ക് നീട്ടി. അമ്മേ, ഇതൊന്ന് നോക്കിയേ. പത്മജാവതി തന്റെ കണ്ണട എടുത്തു വെച്ച് ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവരുടെ മുഖത്തെ ഭാവം നിമിഷങ്ങൾക്കുള്ളിൽ മാറി മറഞ്ഞു. കണ്ണുകൾ വിടർന്നു, ശ്വാസം വേഗത്തിലായി. ഇത് ആ കറുത്തവളല്ലേ? പത്മജാവതിയുടെ ശബ്ദത്തിൽ അവിശ്വസനീയത നിറഞ്ഞു നിന്നിരുന്നു. അതെ അമ്മേ. സിദ്ധാർത്ഥ് 2 കൈകൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. നമ്മൾ കരിവിളക്ക് എന്ന് വിളിച്ച് പടിയിറക്കി വിട്ട നീലാംബരി ഇന്ന് അവൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്കാരിയാണ്, കോടീശ്വരിയാണ്. ഈ നഗരത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്ന് ഇന്ന് അവളുടേതാണ്. പത്മജാവതി വീണ്ടും ആ പുസ്തകത്തിലേക്ക് നോക്കി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിറമില്ലെന്ന് പറഞ്ഞ് താൻ പുച്ഛിച്ചു തള്ളിയവൾ ഇന്ന് നേടിയത് തന്റെ കുടുംബത്തിന്റെ 100 ഇരട്ടി വരുന്ന സമ്പത്തും പ്രശസ്തിയുമാണ്. ആ നിമിഷം അവരുടെ ഉള്ളിലെ പണത്തോടുള്ള ആർത്തി ആ പഴയ അഹങ്കാരത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്റെ ഭഗവതി, ഇത്രയും വലിയൊരു നിലയിൽ അവൾ എത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. അന്ന് അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് ഞാൻ കണ്ടതാണ്. പക്ഷെ അവളുടെ ആ ഒരു രൂപം കണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോയി. പത്മജാവതിയുടെ സ്വരത്തിൽ ഇപ്പോൾ പുച്ഛത്തിന് പകരം അത്യാഗ്രഹമായിരുന്നു. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അമ്മയെ നോക്കി.
അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ അവളെ ഒഴിവാക്കിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി പോയി അമ്മേ. അവൾക്ക് എന്നെ ജീവനായിരുന്നു. എന്റെ കൂടെ അവൾ നിന്നിരുന്നെങ്കിൽ ഇന്ന്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. സ്നേഹത്തെക്കാൾ വലുതായി അവളുടെ തൊലിയുടെ നിറത്തിന് ഞാൻ പ്രാധാന്യം നൽകി. ഞാനൊരു വലിയ തോൽവിയായി പോയി. പത്മജാവതി പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിരുന്ന് അവന്റെ തോളിൽ തട്ടി. എടാ മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതോർത്ത് ഇനി ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അവൾക്ക് നിന്നെ ജീവനായിരുന്നില്ലേ? ഒരു കാലത്ത് അവൾ നിന്റെ പുറകെ നടന്നതല്ലേ? പെണ്ണുങ്ങളുടെ മനസ്സല്ലേ, അതൊക്കെ പെട്ടെന്ന് അലിയും. അവളുടെ ഉള്ളിൽ ഇപ്പോഴും നിന്നോട് ഒരു ഇഷ്ടം കാണും. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? സിദ്ധാർത്ഥ് ഞെട്ടലോട് ചോദിച്ചു. ഞാൻ ഒരു കാര്യം പറയുക, നീ പോയി അവളെ ഒന്ന് കാണും. ആ കാല് പിടിച്ച് ഒരു മാപ്പ് ചോദിക്കും. പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ. നമുക്ക് ആ പഴയ ബന്ധം ഒന്നുകൂടി പുതുക്കാം. അവളുടെ കമ്പനിയുടെ പകുതി അവകാശിയായിട്ട് നിനക്ക് മാറാൻ പറ്റും. പത്മജാവതിയുടെ വാക്കുകളിൽ അത്യാഗ്രഹം തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്നെ കണ്ടാൽ അവൾ കാവൽക്കാരെ വിട്ട് ഗേറ്റിന് പുറത്താക്കും. എനിക്ക് അവളെ നേരിൽ കാണാനുള്ള യാതൊരു അർഹതയും ഇല്ല. അവൻ നിസ്സഹായതയോടെ പറഞ്ഞു. ഇല്ലടാ, നീ ഒരു നാണക്കേടും വിചാരിക്കണ്ട. നീ ഒറ്റയ്ക്ക് പോകണ്ട. വേണമെങ്കിൽ നിന്റെ കൂടെ ഞാനും വരാം. ഈ തറവാട്ടിലേക്ക് അവളെ എന്റെ മരുമകളായി ഞാൻ തന്നെ ക്ഷണിക്കാം. ആരും കൊതിക്കുന്ന നിലയിലല്ലേ ഇന്ന് അവൾ. നീ ഒന്ന് ഒരുങ്ങാൻ നോക്ക്. നമുക്ക് അവളെ ഒന്ന് നേരിൽ പോയി കാണാം. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ സിദ്ധാർത്ഥ സമ്മതിച്ചു. പണത്തിനും പ്രതാപത്തിനും മുന്നിൽ സ്വന്തം അഹങ്കാരം അടിയറവ് വെച്ചുകൊണ്ട് തങ്ങൾ അങ്ങേയറ്റം അപമാനിച്ച അതേ പെൺകുട്ടിയുടെ മുന്നിലേക്ക് മാപ്പപേക്ഷയുമായി പോകാൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ബ്ലാക്ക് പേൾ മീഡിയയുടെ ആസ്ഥാന മന്ദിരം. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള വിശാലമായ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലേക്ക് സിദ്ധാർത്ഥും പത്മജാവതിയും ഭയത്തോടെയും അതിലേറെ അപകർഷതാബോധത്തോടെയും കടന്നു ചെന്നു. നഗരത്തിന്റെ ആകാശ കാഴ്ചകൾ കാണാവുന്ന വലിയ ചില്ലുജനാലയ്ക്ക് മുന്നിൽ അവർക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു അവൾ. മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ പതുക്കെ തിരിഞ്ഞു നിന്നു. കറുപ്പിൽ കസവ് കരയുള്ള വില കൂടിയ ഒരു കാഞ്ചീപുരം സാരിയിൽ കഴുത്തിൽ നേർത്തൊരു വജ്രമാലയണിഞ്ഞ് സാക്ഷാൽ ആദിപരാശക്തിയെ പോലെ അവൾ തിളങ്ങി നിൽക്കുന്നു. അവളുടെ ആ വലിയ കണ്ണുകളിലെ തീക്ഷ്ണതയ്ക്ക് മുന്നിൽ സിദ്ധാർത്ഥന്റെയും പത്മജാവതിയുടെയും നോട്ടം നിലത്തേക്ക് താണുപോയി. ഒരിക്കൽ തങ്ങൾ ആട്ടിയകറ്റിയ അതേ പെൺകുട്ടിയുടെ കാരുണ്യത്തിനായി അവർ കൈകൂപ്പി നിന്നു. ഇരിക്കൂ. വളരെ ശാന്തവും എന്നാൽ അധികാരമുള്ളതുമായ അവളുടെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. പത്മജാവതി വിറയ്ക്കുന്ന കാലുകളോടെ സോഫയിലേക്ക് ഇരുന്നു. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാൻ കഴിയാതെ കുറ്റവാളിയെ പോലെ താഴ്ത്തി നിന്നു. മോളെ. പത്മജാവതിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും വ്യാജമായ കണ്ണുനീർ ഒഴുകിയിറങ്ങി. മോൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ അഹങ്കാരം കൊണ്ട് അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതെല്ലാം എന്റെ തെറ്റാണ്. ഈ അമ്മയോട് നീ ക്ഷമിക്കില്ലേ? നീലാംബരയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവളുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി മാത്രം തങ്ങി നിന്നു. ആന്റി എന്തിനാണ് കരയുന്നത്? ഞാൻ അന്ന് നടന്നതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അതൊക്കെ അപ്പോഴേ ഞാൻ മറന്നുപോയ കാര്യങ്ങളാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഇത്തരം നിസ്സാര കാര്യങ്ങൾ ഓർക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ആ വാക്കുകൾ പത്മജാവതിക്ക് ചെറിയൊരു ആശ്വാസം നൽകി. താൻ കരുതിയതുപോലെ ഇവൾക്ക് പകയൊന്നുമില്ല. എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്ന് അവർ കണക്കുകൂട്ടി. അവരുടെ ശബ്ദത്തിൽ വീണ്ടും പഴയ സ്നേഹം നിറഞ്ഞു. മോളെ, നീ ഒന്നും മനസ്സിൽ വെക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതാ തറവാടിത്തം. അന്നു നീ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ എന്റെ നെഞ്ചും പിടഞ്ഞിരുന്നു. എന്റെ മോൻ സിദ്ധാർത്ഥ്, അവൻ ഇന്നുവരെ നിന്നെ മറന്നിട്ടില്ല. നിന്റെ ഓർമ്മയിൽ അവൻ ഉരുകുകയായിരുന്നു. അതുകൊണ്ടാ മോളെ ഞാൻ ഈ പ്രായത്തിൽ എന്റെ അഭിമാനമൊക്കെ മാറ്റിവെച്ച് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ആ പഴയ കാര്യങ്ങൾ ഒന്നുകൂടി പുതുക്കാം. നിന്നെ എന്റെ മരുമകളായി തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അങ്ങ് സമ്മതിച്ചു. സിദ്ധാർത്ഥിന്റെ ഭാര്യയായി നീ ഞങ്ങളുടെ കൂടെ നിർത്തൂ ആന്റി. പെട്ടെന്ന് നീലാംബരയുടെ ശബ്ദം കനത്തു. ആ മുറിയിലെ തണുപ്പിനെ പോലും മരവിപ്പിക്കുന്ന ഒരു മൂർച്ച അവളുടെ വാക്കുകൾക്കുണ്ടായിരുന്നു. അവൾ തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ആന്റി ഇപ്പോൾ പറഞ്ഞ ആ തറവാടിത്തം, അത് പണ്ട് എനിക്കില്ലാതെ പോയതാണല്ലോ. എനിക്ക് മാത്രമല്ല, എന്റെ കറുത്ത നിറത്തിനും ഇല്ലായിരുന്നല്ലോ തറവാടിത്തം. എന്നിട്ട് ഇപ്പോൾ എന്തു പറ്റി? എന്റെ ബാങ്ക് ബാലൻസ് കണ്ടപ്പോൾ എന്റെ കറുത്ത നിറത്തിന് പെട്ടെന്നൊരു തിളക്കം വെച്ചോ? നീലാംബരി പ്ലീസ്, സിദ്ധാർത്ഥ് ഇടർച്ചയോടെ പറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ. നിങ്ങൾ മിണ്ടരുത് സിദ്ധാർത്ഥ്. നീലാംബരി അവന് നേരെ വിരൽ ചൂണ്ടി. അമ്മയുടെ നിർബന്ധം. സ്വന്തം നിലപാടുകളില്ലാത്ത നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച് സ്നേഹിച്ച പെൺകുട്ടിയെ അവളുടെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചിറക്കി വിട്ടപ്പോൾ നോക്കി നിന്ന ഒരു ഭീരുവാണ് നിങ്ങൾ. നിങ്ങളുടെ സ്നേഹത്തിന് ജീവനില്ലായിരുന്നു. അതിന് വെറും തൊലിയുടെ നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വീണ്ടും പത്മജാവതിക്ക് നേരെ തിരിഞ്ഞു. ആന്റി എന്ന് പറഞ്ഞ വാക്കുകൾ ഞാൻ മറന്നുപോയി എന്ന് കരുതിയോ?
നിലവിളക്കിന് മുന്നിൽ കരിവിളക്ക് വെച്ചതുപോലെ ഇരിക്കുമെന്ന് ആന്റി പറഞ്ഞ അതേ കാക്കക്കറുമ്പ് തന്നെയാണ് ഇന്നും ഞാൻ. എന്റെ സമ്പത്ത് മാറിയതല്ലാതെ എന്റെ തൊലിയുടെ നിറം മാറിയിട്ടില്ല. നിറമില്ലാത്തവളെ വേണ്ടെന്ന് വെച്ച നിങ്ങൾക്ക് ഇന്ന് കോടികളുടെ ആസ്തിയുള്ളവളെ വേണമല്ലേ? സ്നേഹത്തിന് നിറമില്ലെന്ന് അവർ പറയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിന് പണത്തിന്റെ നിറമാണ്. പത്മജാവതിയുടെ മുഖം വിളറി വെളുത്തു. തങ്ങൾ വിരിച്ച വലയിൽ അവൾ വീഴില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം എനിക്ക് നന്നായി അറിയാം ആന്റി. നീലാംബരി തിരിഞ്ഞു നടന്ന് തന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് തുടർന്നു. എന്റെ സമ്പത്തിൽ ഒരു പങ്ക്, അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യാം. എന്റെ കമ്പനിയിൽ പ്യൂൺ മുതൽ മാനേജർ വരെയുള്ള കുറെ പോസ്റ്റുകൾ ഒഴിവുണ്ട്. സിദ്ധാർത്ഥന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഇതിലേതെങ്കിലും ഞാൻ നൽകാം. അതിനപ്പുറം എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. നിലവിളക്കിന്റെ പ്രകാശം മാത്രം ആവശ്യമുള്ള നിങ്ങളുടെ ലോകത്തേക്ക് ഈ കരിവിളക്കിന്റെ ആവശ്യമില്ല. കാരണം ഈ കരിവിളക്കിന് ഇപ്പോൾ സ്വന്തമായി പ്രകാശിക്കാൻ അറിയാം. നിങ്ങൾക്ക് പോകാം, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. അവൾ ബെല്ലടിച്ച് സെക്യൂരിറ്റിയെ വിളിച്ചു. ഇനി എവിടെ നിൽക്കുന്നത് വലിയ നാണക്കേടാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥും പത്മജാവതിയും അപമാനഭാരത്താൽ തല താഴ്ത്തി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവർ നടന്നു മറയുന്നത് ചില്ലുജനാലയിലൂടെ നോക്കി നിൽക്കുമ്പോൾ നീലാംബരിയുടെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തത നിറയുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് തന്നെ അപമാനിച്ചവരുടെ മുൻപിൽ ഇന്ന് താൻ ആരാണെന്ന് അവൾ തെളിയിച്ചിരിക്കുന്നു. ഇതൊരു പെൺകുട്ടിയുടെ മാത്രം വിജയമല്ല, സമൂഹത്തിന്റെ മുൻവിധികളെയും വർണ്ണവിവേചനങ്ങളെയും തന്റെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച ഒരു വലിയ പോരാട്ടമാണ്. അപമാനങ്ങളുടെ ചാരത്തിൽ നിന്നും ചിറകടിച്ചുയർന്നവളുടെ ഈ കിസ ഇരുളിൽ നിൽക്കുന്ന പലർക്കും നാളെ ഒരു വലിയ വെളിച്ചമായി മാറുമെന്നതിൽ സംശയമില്ല. ബാഹ്യമായ സൗന്ദര്യത്തിലല്ല, ആന്തരികമായ കഴിവുകളിലും അണയാത്ത ആത്മവിശ്വാസത്തിലുമാണ് ഒരാളുടെ യഥാർത്ഥ തിളക്കം കുടികൊള്ളുന്നത് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹം കരിവിളക്ക് എന്ന് വിളിച്ചു മാറ്റി നിർത്തിയവൾ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് 1000 സൂര്യന്മാരെക്കാൾ പ്രഭയോടെ ജ്വലിച്ചു നിൽക്കുന്നതാണ് നാം കണ്ടത്. സ്നേഹത്തിന് നിറമില്ലെന്ന് ലോകം പറയുമ്പോഴും പലരുടെയും സ്നേഹത്തിന് പണത്തിന്റെയും വർണ്ണത്തിന്റെയും നിറമാണുള്ളതെന്ന് നീലാംബരി തിരിച്ചറിഞ്ഞു. അപമാനങ്ങളുടെ കനൽ വഴികൾ താണ്ടി വരുമ്പോൾ നമ്മെ തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നമ്മുടെ ഉജ്ജ്വലമായ വിജയമാണ്. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതികാരമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തെ ആഴ്ത്തി സ്പർശിക്കുന്ന ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടന്ന നീലാംബരിയുടെ ഈ ജീവിതയാത്ര നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ആ സ്നേഹം ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കാലം കാത്തുവെച്ച കൂടുതൽ മനോഹരമായ കഥകൾ കേൾക്കാൻ കിസലയം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഓരോ ലൈക്കുകളും താഴെ കുറിച്ചിടുന്ന ഓരോ കമന്റുകളും ഈ യാത്രയിൽ ഞങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ഈ കഥ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ മനോഹരമായ ഒരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹവും നന്ദിയും മാത്രം.